ഇത് 2012 വാഗണറാണ്. വാഗണർ LX ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, ഇത് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ 56,000 കിലോമീറ്റർ ഓടി. 56. അടുത്ത 2015 വോൾസ്വാഗൺ പോളോ. ഡീസലാണ്. അതെ, ഡീസലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് നിലവിൽ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ്. ഒരു 20 ഒക്കെ കിട്ടും. അടുത്ത് കിട്ടും. 2014 ഓൾട്ടാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ ഒക്കെ എന്താ ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്റർ ഓടി. 1800 ആണ്. 2010 വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇപ്പോൾ കിലോമീറ്റർ ഒക്കെ എന്താ ഓടിയിട്ടുണ്ട്? നിലവിൽ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്തിയോസ് GD 2014 വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയുള്ള ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നേ തട്ടാമലയിലാണ്. തട്ടാമല എന്ന് പറയുമ്പോൾ കൊല്ലം തട്ടാമലയാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് തട്ടാമല. അപ്പം നമ്മൾ വന്നേക്കുന്ന ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ കറക്റ്റ് ലാൻഡ് മാർക്കൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1,10,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാതരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ 60,000 രൂപ തൊട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇത് 1,10,000 തുടങ്ങി അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ വരുന്ന നല്ല നല്ല ക്വാളിറ്റി വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഓണം പ്രമാണിച്ച് ഒരുപാട് വണ്ടികൾ ഈ ഷോപ്പിലും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം. പതുപോലെ പറഞ്ഞാൽ നമ്മളൊരു 3-4 മാസമെങ്കിലായി കാണും ഇവിടെ വീഡിയോ ചെയ്തിട്ട്. നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നതായിരുന്നു. അപ്പം 3-4 മാസമായിട്ട് പുതിയ സ്റ്റോക്കൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ തിരുവനന്തപുരമൊക്കെ കിടന്ന് കറങ്ങുന്ന കാരണം ഇവിടെ വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഓണം പ്രമാണിച്ചുള്ള വിറക്കമാണ് ഇവിടുത്തെ. ഇദ്ദേഹമാണ് നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. വരുൺ എന്നാണ് പേര്. നേരത്തെ ചോദിച്ച് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ വരണ ഈ 1,00,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടി തൊട്ട് എത്ര രൂപ വരെയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്? 8,400. ഏതാ വണ്ടി? ഏതാ? ബ്രീസ. ഈ കിടക്കണം അല്ലേ? ഓക്കെ. ഈ സ്ഥലം എവിടെയാണെന്നൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. കൊല്ലം തട്ടാമല പ്രോപ്പർ. നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാനറ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന സ്ഥാപനമാണ് ബെസ്റ്റ് ചോയ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. ആദ്യത്തെ വണ്ടി ഫസ്റ്റ് 1800 ആണ്. 2010 വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇപ്പോൾ കിലോമീറ്റർ ഒക്കെ എന്താ? കിലോമീറ്റർ നിലവിൽ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. AC വർക്ക് ചെയ്യുന്നതിൻ്റെ? AC ഒക്കെ വർക്ക് ചെയ്യും. ടയറൊക്കെ മാറി നല്ല പുതിയ ടയർ ഇട്ടേക്കുവാണ്. എത്ര ചോദിക്കുന്നത്? 1,10. ഈ 1,10 എന്നുള്ളത് ലാസ്റ്റ് പ്രൈസ് ആണോ അതോ കുറയുമോ? നെഗോഷിയേഷൻ ഒക്കെ ഉണ്ട്. ടയർ ഇതും കൊള്ളാം, നല്ല ടയേഴ്സാണ്. ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? AC ഒക്കെ എങ്ങനെ? നല്ല കൂളിംഗ് ഉള്ളതാണോ? വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? 1,10. ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല? മൊത്തം പേയ്മെന്റ്. ഇതിൻ്റെ ഇനി എത്ര നാളും കൂടി പേപ്പർ കാര്യങ്ങളുണ്ട്? പേപ്പറോ? 1 വർഷമുണ്ട്. 25 തീരും. ഇപ്പോഴത്തെ രണ്ടാമത് ആൾട്ട 800 2009 മോഡൽ വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് നടക്കണം നിലവിൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണറാണ്. അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ 90,000 കിലോമീറ്റർ ഓടി. 90? അതെ. ഈ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇത് LX ആണോ? അതെ, LX ആണ്. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് മാറിയിട്ടിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,15. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? 5 വർഷത്തേക്കുണ്ട്. എടുത്തിട്ടേക്കുവാണ്? അതെ. പുതിയത് എടുത്തിട്ടേക്കോ? അപ്പൊ ഇനി 5 വർഷം എന്ന് പറയുമ്പോൾ 2029 വരെ പേപ്പർ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കുറ്റങ്ങളൊന്നും ഇല്ലല്ലോ? അടുത്ത ഓൾട്ട തന്നെയാണ്. 2013 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഉണ്ട്. 63. ജെനുവിൻ കിലോമീറ്റർ ആണോ? അതെ, ജെനുവിൻ ആണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? എത്ര ചോദിക്കുമ്പം ഇത് 2,15. ഇത് 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. അതെ. ഓക്കെ. ടയർ ആവറേജ് ടയർ. ബാക്ക് കുറച്ചുകൂടി ഉണ്ട്. ഫ്രണ്ട് പക്ഷേ അതിനേക്കാൾ കുറവാണ്. ഈ ടയർ മാറി കൊടുക്കൂ?
അല്ല നിലവിലെ കണ്ടീഷനുള്ള നിലവിലെ കണ്ടീഷൻ ഈ രീതിയിൽ കൊടുക്കുകയാണ്. ആ അതെ. ഓക്കെ, എത്ര ചോദ്യം? നമ്മൾ 210 210. ഏത് വർഷമായിരുന്നു? 2013. 13 വണ്ടിയാണ്. ഈ ലോൺ സൗകര്യം കിട്ടുമല്ലോ ആ ലോൺ സൗകര്യം 13 ആകുമ്പോൾ. അപ്പോൾ എത്ര വെച്ച് ഇറക്കാൻ പറ്റും? എത്ര ഉണ്ടെങ്കിൽ? ഒരു 75 ഒക്കെ എടുക്കാം. 75 രൂപ അടച്ചാൽ എടുക്കാം. 2014 ഓൾട്ടാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ ഒക്കെ എന്ത് ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ്സോ അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയർ കിടക്കും. സീറ്റ് ഓവർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ലേ? ആ വണ്ടിയുടെ ആ ഒരു ഇറങ്ങിയ സമയത്തുള്ള മോഡൽ തന്നെ. അതെ. ഓക്കെ, വേറെ അപാകതകൾ പറയാൻ വല്ല എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം പുതിയ ടയേഴ്സാണ് ഇട്ടേക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 240. 240. ഒരു 40 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ അതെ, പറ്റും. ഇറക്കാൻ പറ്റും. എത്ര വർഷം വരെയൊക്കെയാണ് നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉള്ളത്? 5 വർഷം വരെ കിട്ടും. 5 വർഷം ഉണ്ടോ? ഓക്കെ, വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എല്ലാ ടയേഴ്സും ഇവിടെ മാറിയതാണോ? അല്ലല്ല. ഷോപ്പിൽ? അല്ല, അതോ വണ്ടി വന്നപ്പോഴേ അങ്ങനെ തന്നെയാണ്? ഓക്കെ, വണ്ടി വന്നപ്പോഴേ അങ്ങനെ. ഇത് 2012 വാഗണറാണ്. വാഗണർ LX ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 85,000 കിലോമീറ്റർ നിലവിൽ ഓടി. റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സർവീസ് ചെയ്തിട്ടേക്കോണോ വണ്ടി? അതെ അതെ. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചേ. മറ്റേ വണ്ടികൾ സർവീസ് ചെയ്തില്ല എന്നല്ല, പക്ഷെ ആ വണ്ടികളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി കുറച്ചുകൂടി വൃത്തിയായിട്ട് കിടക്കുന്നത്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് കിടക്കുക അല്ലേ? അതെ. എത്ര ചോദിക്കുന്നത്? നമ്പർ 260. 260? അതെ. എത്ര? 260. 260. ഓക്കെ, ഇത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയല്ലേ കൊടുക്കുള്ളൂ? ആ അതെ. ടയേഴ്സ് അത്യാവശ്യം മോശമാണ്. എങ്ങനെ അത് മാറി കൊടുക്കൂ? ബാക്ക് ടയർ കൊള്ളാം അല്ലേ? ബാക്ക് ടയർ കൊള്ളാം. ബാക്ക് ടയർ നിലവിലെ കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, ഈ കിടക്കുന്ന കണ്ടീഷനിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്? അതെ അതെ. ഈ വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പറഞ്ഞപ്പം ടയർ ഇത് നിങ്ങൾ മാറി കൊടുക്കില്ലാണെങ്കിൽ അവർക്ക് മാറണ്ടേ? അപ്പൊ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ കുറയില്ലേന്നാ ചോദിച്ചത്. ഈ മങ്ങലൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചത്. അതെ, ക്ലിയർ ചെയ്യാം. പോളിഷ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതാകുമ്പോൾ നമുക്കൊരു മാക്സിമം 2 രൂപ വരെ ഫിനാൻസ് കിട്ടും. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 50 അല്ല, 60 അല്ലേ? 2010 ഐറ്റനാണ്. ഐറ്റൻ സ്പോർട്സ് വേരിയന്റ് ആണ്. അന്നത്തെ ടോപ്പ് ആണല്ലേ? അതെ അതെ. ഇത് എങ്ങനെയാണ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 61,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ് നിലവിൽ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതും അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 2010. 10-11. റൂഫും ഒക്കെ കൊള്ളാൻ നല്ല വൃത്തിയുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 190. 190. റീപെയിൻറ്റിങ് കയറിയിട്ടുണ്ടോ? ആ ഉണ്ട്. ഇവിടെ നല്ല വ്യക്തമായിട്ട് ഇവിടെ ആകുമ്പോൾ നല്ലപോലെ അറിയാം. ഈ രണ്ട് കളേഴ്സാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് പിന്നെ ഇത് എന്തിനാ ഈ റീപെയിൻറ്റ് കയറിയിരിക്കുന്നത്? സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കളർ വാങ്ങിയ. ഓക്കെ, ടയേഴ്സ് ആവറേജ് ടയറാണ്. ഓക്കെ, എത്ര ചോദിച്ചാൽ? 190. അതെ. ഇതിന് ലോൺ സൗകര്യം കിട്ടുമോ? ഇത് 2010 പാടാണ്. മാക്സിമം 1 രൂപ ചിലപ്പോൾ കിട്ടും. ഓക്കെ, ഇപ്പം പേപ്പർ ഇനി 1 വർഷം കൂടി ഉണ്ടല്ലേ? അതെ. നെക്സ്റ്റ് ലാനാണ് 2015. 2015. അതെ. ഓക്കെ, കുറച്ചുകൂടി ഉറച്ച് പറയാ, എനിക്ക് കേൾക്കാൻ വയ്യ. ഓക്കെ, ഇത് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ്. ഓക്കെ, റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എന്താണ്? 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 56. ഓക്കെ, വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് റൂഫും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 85 രൂപ. ഓ, അപ്പോൾ 110 തൊട്ടാ വണ്ടി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ 85,000 അല്ലേ ഉള്ളൂ? എന്ത് വേണം എന്നെ കൂടി തെറ്റിക്കും. ഈ AC ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും? കണ്ണി പെട്ടില്ല. അതാ കണ്ണിപ്പെടാ ഇല്ലടേ, ഇത്രയും വലിയൊരു വണ്ടി ആക്കിയതാണോ അതോ? അല്ല അങ്ങനെ അങ്ങനെ തന്നെയാണ്. അതായത് ഇറങ്ങിയപ്പോഴേ അങ്ങനെയാണ്. ആ ഓക്കെ ഓക്കെ. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. ഇത് മൈലേജ് എന്തോ കാണും? മൈലേജ് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അതൊരു തെറ്റല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. ഇത് വർക്ക് ചെയ്ത് കൊടുക്കൂ? പെയിന്റ് പോയേക്കുന്നു. നിലവിലെ കണ്ടീഷൻ തന്നെയാണ് പറഞ്ഞത്. ഇതും നിലവിൽ ഈ കണ്ടീഷനുള്ളൂ. എന്തുവാടേ? ഓക്കെ, 85,000 രൂപ ഇറക്കാല്ലേ ഇതിന്? 85,000 രൂപ ആകുമ്പോൾ സീസിങ് കാര്യമൊന്നും വേണ്ടല്ലോ. ഏത് വർഷമായിരുന്നു? 2015 ആണല്ലേ? ഫിനാൻസ് കിട്ടത്തില്ല. പക്ഷെ 85,000 രൂപയൊക്കെ വെച്ച് ഒരാൾക്ക് എടുക്കാം, കുഴപ്പമില്ല. നല്ല വണ്ടിയാണ്. 2008 ഐറ്റനാണ്. എങ്ങനെയാണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? നിലവിൽ സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. 83,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഇതെന്താണ് ഈ പരുവര? ഓ, അഴുക്ക് കിടക്കുകയാണോ? പൊടിയാണോ? മഴവെള്ളം വീണ് പൊടിയുടെ. ഞാൻ വിചാരിച്ചു വണ്ടിയുടെ ബോഡിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്.
ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നിലവിൽ ടെസ്റ്റായി കിടക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റായി. അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ട് ടെസ്റ്റ് എടുത്ത് കൊടുക്കും അല്ലേ? അതെ അതെ. റൂഫ് ഒക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഏത് വർഷമായിരുന്നു? 2008. 8. ഓക്കെ ഓക്കെ. എ സിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ. ടയേഴ്സ് അലോയ് വീൽസ് അല്ലേ? ഈ ടയർ മൊട്ടയായി പോയി, പൊട്ടി എന്തോ മറ്റേ ഇത് കാറ്റ് പോയി കിടക്കാണ്. ഓ പാച്ച്. ഓക്കെ. എത്ര ചോദിക്കുന്നേ? 165. അതായത് ടെസ്റ്റ് ചെയ്ത് എടുത്തു കൊടുക്കുന്ന വിലയല്ലേ പറയണേ? ടെസ്റ്റ് ചെയ്ത് പുതിയ പേപ്പറും കാര്യമൊക്കെ ആയിട്ട് 165. അതാ ഞാൻ പറഞ്ഞത്, ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വില റേറ്റാണ് പറയുന്നത്. അതിന് മുമ്പുള്ള വിലയാണ് പറയുന്നത്. അടുത്ത 2011 വെർണയാണ്. വെർണ EX ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷനാണോ ഇത്? ഓക്കെ. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് അത്യാവശ്യം കിട്ടുന്ന വണ്ടിയാണ്. ഒരു 20 ഒക്കെ കിട്ടും. അടുത്ത് കിട്ടും. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ്. ഏത് വർഷമായിരുന്നു? 2011. അപ്പോൾ പേപ്പർ ഇനി ഒരു 1.5 വർഷമോ? അതെ 1.10 വരെ ഓടിയിട്ടുണ്ട് വണ്ടി. ഓടിയതാണ്. 1 ലക്ഷം കഴിഞ്ഞു. അപ്പോൾ ഡീസലാകുമ്പോൾ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ചെയ്തോ? ഇല്ല. മാറിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അത് ഇനി ചെയ്യണം. ഓക്കെ. ടയേഴ്സ് ഒക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇതാകുമ്പോൾ 365. 365 വില അഡ്ജസ്റ്റ് ചെയ്യും. ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കുറയേണ്ടി വരും. ഓക്കെ. ഇത് നമുക്ക് ലോൺ സൗകര്യമൊക്കെ എങ്ങനെയാണ്? ഇത് ലോൺ സൗകര്യം കുറച്ചായി കിട്ടും. കുറച്ചായിട്ടോ? അത്യാവശ്യം ഡൗൺ പേയ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരില്ലേ? ഇങ്ങനത്തെ വോൾസാണ്, പോളോ വോൾസ്വാഗൺ 2012 മോഡലാണ്. ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ നിലവിൽ 1.5 ഓടിയിട്ടുണ്ട്. 1.5 ഓടി. ഡീസലാണ്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ മാറിയില്ല. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് നിലവിൽ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 3.15 കൊടുക്കും. 3.15. ഇത് ഇപ്പം ഡീസൽ ആകുന്നതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതലായിരിക്കും. അതെ. ഒരു 20 ഒക്കെ പ്രതീക്ഷിക്കാവോ? ബേസ് വെർഷനാണോ? ബേസ് വേരിയന്റ് ആണ്. ബേസ് ആണല്ലേ? അതെ, ബേസ് വേരിയന്റ്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാം? ഇത് ഏതാ വർഷം? ഇത് 2012. ഓക്കെ. അപ്പം ഇതിനും അടവ് തോനെയായിരിക്കും? അതെ, അടവ് തോനെ. ആദ്യത്തെ അടവ് കുറവായിരിക്കും. കിട്ടുന്ന ലോൺ കിട്ടുന്ന വർഷം കുറവായിരിക്കും. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഇതിനകത്തൊക്കെ റീപെയിന്റിങ് കയറിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഈ കളറല്ല, ഈ കാണുന്ന കളർ. അതാ ഞാൻ ചോദിച്ചത്. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? ഇത് ബ്ലാക്ക് അടിച്ചേക്കാണോ അതോ അങ്ങനത്തെ ബേസ് അല്ലേ? അപ്പം ബ്ലാക്ക് അടിച്ചായിരിക്കില്ലേ? അടുത്ത 2019 സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അതെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ നിലവിൽ 1 ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലവിൽ. VXI. അതൊക്കെ നല്ല വൃത്തിയുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ചോദിക്കുന്നേ? നമുക്ക് 6 രൂപ ചോദിക്കണം. 6 രൂപ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2018 ഇഗ്നിസ് ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് നിലവിൽ സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 86? അതെ. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. സീറ്റ് കവറും കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ. ഇത് എങ്ങനെയാണ് വില? 5.25 ആണ്. 5.25? അതെ. ഇതൊക്കെ നമുക്ക് ഒരു 50 രൂപ 60 രൂപ ആ റേഞ്ചിൽ ഇറക്കാൻ പറ്റും. 5 വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. എത്ര ഓടി? 86 ഓടി. ഓക്കെ. സെക്കൻഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2014 UK ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ. നിലവിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഫിറ്റഡ് വണ്ടിയാണ്. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? 15. ഇത് 4 പുത്തൻ ടയർ, ഫുൾ അലൈസ്, കമ്പനി അലൈസ് വണ്ടി കേട്ടോ. കമ്പനി അലൈസ് ആണല്ലേ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. കൊള്ളാം, നല്ല ടയേഴ്സ് ആണ്. എത്ര ചോദ്യം? ഇതാകുമ്പോൾ 3.10. 3.10. 2 വരെ ഫിനാൻസ് കിട്ടും. എത്ര? 2 രൂപ വരെ ഫിനാൻസ് കിട്ടും. 2 രൂപ വരെ. അടുത്ത 2015 വോൾസ്വാഗൺ ആണ്. പോളോ
ഡീസലാണ്. ഡീസലാണ്. അതെ, ഡീസലാണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ് നിലവിൽ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ എന്തോ ഓടി? കിലോമീറ്റർ നിലവിൽ 85 ഓടിയിട്ടുണ്ട്. 85. അതെ, ഹൈലൈനാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി അമ്മാതിരി വണ്ടിയാന്ന് കണ്ടാൽ അറിയാം. അത്യാവശ്യം നല്ല ഗെറ്റപ്പൊക്കെ ഉണ്ട്. കൊള്ളാം, ആകെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 565. 565. ടയർ മുട്ടയാണ്. ഈ 565 ഒക്കെ ഉള്ള വണ്ടിയുടെ എങ്ങനെ ടയർ മാറി കൊടുക്കൂ? ചോദ്യം. നിലവിലെ കണ്ടീഷനാണ് റേറ്റ് പറഞ്ഞത്. നിലവിലെ കണ്ടീഷനിലെ റേറ്റ് ആണ്. ഈ കണ്ടീഷനിലെ തരുവോളൂ എല്ലാ വണ്ടിയും. ഒരു വണ്ടിയും യാതൊരു വ്യത്യാസമില്ല. എൻ്റെ മക്കളെല്ലാം എനിക്ക് തുല്യരാണല്ലേ. ഓക്കെ, എത്ര ചോദിച്ചേ? 565. 565. ഓക്കെ. ഇത് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. ഇത് കേരള രജിസ്ട്രേഷൻ തന്നെയല്ലേ? അതെ, കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2022-23 സെലറിയാണ്. VXC ഓപ്ഷനാണ്. നിലവിൽ സിംഗിൾ ഓണർ തന്നെയാണ്. കിലോമീറ്റർ നിലവിൽ 3500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3500 കിലോമീറ്റർ. അതെ. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ലല്ലോ. ഇതിൻ്റെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം പ്രത്യേകം വെച്ചാണ്. ഈ 3500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കവറൊന്നും പൊട്ടിച്ചില്ല, അനക്കിയിട്ടില്ല. കൊള്ളാം. ഓക്കെ. ഇതെങ്ങനെയാണ്? 2 ഡോർ പവറിൻ്റെ ആണോ 4 ഡോർ പവറിൻ്റെ ആണോ? 2 ഡോർ. നല്ല ടയേഴ്സ് നോക്കിയിട്ട് കാര്യമില്ല. ആകെ 3500 കിലോമീറ്റർ അല്ലേ ഓടിയോളൂ. വേറെ തട്ടല മുട്ടല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ. എത്ര ചോദ്യം? 6 രൂപ ചോദിക്കുന്നത്. 6 രൂപ? അതെ. 6 ലക്ഷം. ഓക്കെ. ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്ക് മാക്സിമം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറും? ഇത് ഫുൾ ലോൺ കയറില്ല, എന്നാലും അടുത്ത് നമുക്ക് കിട്ടും. മാക്സിമം അടുത്ത് കിട്ടും. പക്ഷേ 2020 ബെലോനയാണ്, ഡെൽറ്റ വേരിയന്റ്. ഡെൽറ്റ? അതെ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നിലവിൽ 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ? അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോൾ 5.25 ചോദിക്കുന്നത്. 5.25. മാക്സിമം ഫിനാൻസ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. 5 രൂപ അടുപ്പിച്ചാൽ ഫിനാൻസ് കിട്ടുന്നത്. ആ ഓടി ടയറാണോ കിടക്കുന്നത്? അതെ, ഓടി ടയറാണ്. ഓടി ടയർ തന്നെയാണ്, വേറെ മാറ്റമില്ല. സെക്കൻഡ് ടയറല്ല? അല്ലല്ല. പക്ഷെ കണ്ടാണ്ടല്ല ഫ്രഷ് ടയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മാറ്റിയതാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഓക്കെ. KL25. ഓക്കെ. ഇതും നമുക്കൊരു 50 രൂപ 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാമല്ലോ. എത്തിയോസ് GD 2014 വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയുള്ള ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ്. ഈ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 85,000 വരെയും കമ്പനി സർവീസ് ആണ്. ജെന്യൂൻ കിലോമീറ്റർ. നമ്മൾ ഗ്യാരണ്ടി, ഇവിടുത്തെ സ്ഥാപനത്തിലെ കിലോമീറ്ററുകളെല്ലാം ഗ്യാരണ്ടി ആയിരിക്കും. തിരുമറിയും കാര്യങ്ങളൊന്നും വേറെ അങ്ങനെയുള്ള നമുക്ക് ഈ സ്ഥാപനത്തിൽ ഇല്ല. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നതിന്. അത്യാവശ്യം ടയറെല്ലാം പുതിയതാണ് കിടക്കുന്നത്. ബാക്ക് ടയർ നല്ല പുത്തൻ ടയർ കിടക്കുന്നു. ഓക്കെ. എത്ര ചോദ്യം? ഇതാകുമ്പോൾ 5.75 വരും. 5.75. ഡീസലാണ്. GD. മൈലേജ് ഒരു 20 വരെ ഉറപ്പായിട്ട് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നും ഉള്ള വണ്ടിയല്ല. ബാറ്ററി വന്നിട്ട് പുത്തൻ ബാറ്ററിയാണ്. പോളോ വന്നിട്ട് കംഫർട്ട് ലൈൻ 2014. 32,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പറൊക്കെ വരുന്ന മോഡലാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം അവൈലബിൾ ആണ്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഓടിയിട്ടുണ്ട്. 2 പുത്തൻ ടയർ ഉണ്ട്. ബാക്ക് നമ്മൾ ഓടിയ ടയറാണ്, കമ്പനി ടയറാണ്. ഇത് ഡീസൽ അല്ലേ? പെട്രോൾ. കംഫർട്ട് ലൈൻ പെട്രോൾ. അപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ? മൈലേജ് ഒരു 15-16. വണ്ടി ഒരു മൈനസ് സ്ക്രാച്ച് ഇല്ല, നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. എത്ര ഉണ്ട് ഇറക്കാം? ഇത് നമുക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, ബാക്കി ഫിനാൻസ് ചെയ്യാം. എത്ര ചോദിക്കുന്നത്? 4.5. റീസ് വന്നിട്ട് 2017 രജിസ്ട്രേഷൻ 18 VDI ഓപ്ഷണൽ. VDI എന്ന് പറയുമ്പോൾ ഡീസൽ. കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി 40. VDI ഓപ്ഷണൽ വരും. സിംഗിൾ ഓണർ വണ്ടി. കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ്.
ഓക്കെ, റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സ്പെയർ ടയർ എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. പുത്തൻ ടയർ ഇരിപ്പുണ്ട്, കമ്പനി വന്ന പുതിയ ടയർ ഇരിപ്പുണ്ട്. അൺടച്ചബിൾ സ്റ്റെപ്പിനെയാണ്. ടയേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടയറും ഉണ്ട്. അതെ. പെയിന്റിങ് റീടച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ? ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ മെയിനൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 820 കൊടുക്കാം. 820? ഒരു 6-6.5 രൂപ വരെ ഫിനാൻസ് എടുത്ത് കൊടുക്കാം. ഫിനാൻസ് അപ്പോൾ 2 മുടക്കിയാൽ എടുക്കാം. 1.5 രൂപ മുടക്കിയാൽ അതിനകത്ത് മുടക്കിയാൽ നമുക്ക് വണ്ടി എടുക്കാം. ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. 1.10 തുടങ്ങുന്ന വണ്ടി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പക്ഷേ 85,000 തുടങ്ങുന്ന വണ്ടികൾ തൊട്ടുള്ള വണ്ടികൾ ഇവിടെ നിലവിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളെല്ലാം നോക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വീഡിയോ തരാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ല വണ്ടികളുടെ വിശേഷങ്ങളുമായിട്ട് കാണും വരെ ബൈ.